അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോൾവിങ് ഓഫ് എ സർക്യൂട്ട് ബൈ യൂസിങ് കിർച്ചോഫ് ലോ. കിർച്ചോഫ് ലോ ഉപയോഗിച്ച് നമ്മളൊരു സർക്യൂട്ട് സോൾവ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഉണ്ടാകും. ആ റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറൻറ്റ്, പിന്നെ ഓരോ റെസിസ്റ്റൻസിലുമുള്ള വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള കിർച്ചോഫ് ലോ ഉപയോഗിച്ച് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. കിർച്ചോഫ് ലോ നമുക്ക് രണ്ടെണ്ണം ഉണ്ടെന്നറിയാം. കിർച്ചോഫ് ജംഗ്ഷൻ റൂളും പിന്നെ കിർച്ചോഫ് ലൂപ്പ് റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് റൂൾ. അപ്പം ആ വോൾട്ടേജ് റൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കറണ്ട് അല്ല, നമ്മൾ വോൾട്ടേജ് റൂളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അറിയാം കിർച്ചോഫ് വോൾട്ടേജ് റൂള്. algebraic sum of the voltage across a closed circuit at any instant is equal to 0. അപ്പം ടോട്ടൽ സം ഓഫ് ദി വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ 0 ആയിരിക്കും. അതാണ് കിർച്ചോഫ്. ആ ലോ ഉപയോഗിച്ച്, ആ റൂൾ ഉപയോഗിച്ച് നമ്മൾ ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്തെ കറൻറ്റും വോൾട്ടേജും എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം കിർച്ചോഫ് ലോ ഉപയോഗിച്ച് നമ്മളൊരു സർക്യൂട്ട് സോൾവ് ചെയ്യുമ്പോൾ അതിന് ഒരു 5 സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ആ 5 സ്റ്റെപ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു സർക്യൂട്ട് സോൾവ്. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ സർക്യൂട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 സ്റ്റെപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ അത് സോൾവ് ചെയ്യുന്നത്. നമുക്ക് ആ സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ സ്റ്റെപ്സ് to solve circuits using Kirchhoff's law. അപ്പം നമുക്ക് 5 സ്റ്റെപ്സ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന സർക്യൂട്ട് അതേപടി വരയ്ക്കുക. അതിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് എല്ലാം മാർക്ക് ചെയ്യുക. നമ്മൾ വരച്ചതിലും മാർക്ക് ചെയ്യുക. പിന്നെ ബാറ്ററിയുടെ വോൾട്ടേജ് മാർക്ക് ചെയ്യുക. ബാറ്ററീസൊക്കെ തന്നിട്ടുണ്ടോ, അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് എല്ലാം മാർക്ക് ചെയ്യുക. അപ്പം പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ചെയ്യേണ്ട ആ പൊളാരിറ്റീസ്, ബാറ്ററീസിൻ്റെ പൊളാരിറ്റി റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ എഴുതാം, ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം റെപ്രസെൻറ്റ് resistance and EMF value including EMF polarities. ഇപ്പം നമുക്ക് ബാറ്ററീസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊളാരിറ്റീസ് നമുക്കറിയാലോ. ലോങ്ങർ സൈഡിനാണ് പോസിറ്റീവ്, സ്മോളർ സൈഡിന് നെഗറ്റീവ്. അപ്പോൾ അതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാണ് EMF പൊളാരിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ഡ്രോ ദി സർക്യൂട്ട് ഡയഗ്രാം റെപ്രസെൻറ്റ് റെസിസ്റ്റൻസ് ആൻഡ് EMF വാല്യൂ ഇൻക്ലൂഡിങ് EMF പൊളാരിറ്റീസ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഒരു കറണ്ട് പോകുന്നതായിട്ട് നമ്മൾ കറണ്ട് പോകുമല്ലോ, ഒരു സർക്യൂട്ട് കറണ്ട് പോകും. അപ്പോൾ ആ കറണ്ട് പോകുന്നതിൻ്റെ ഡയറക്ഷൻ നമുക്കറിയത്തില്ല. ചിലപ്പം ക്ലോക്ക് വൈസ് ആയിരിക്കും, ചിലപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. നമ്മൾ അസ്യൂം ചെയ്യുക ഒരു ഡയറക്ഷൻ. നമ്മൾ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ അസ്യൂം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ ബേസ് ചെയ്ത് നമുക്ക് പിന്നെ അസ്യൂംഷൻ തെറ്റാണോ ശരിയാണോ നമുക്ക് പിന്നീട് തീരുമാനിക്കും. അപ്പം നമ്മൾ ആദ്യം ഒരു അസ്യൂംഷൻ നടത്തണം. അപ്പം അസ്യൂം ദി ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് ഫ്ലോ. അടുത്ത സ്റ്റെപ്പ്, അസ്യൂം ദി എ റെഫറൻസ് direction for current flow. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മൾ കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഫ്ലോ അസ്യൂം ചെയ്തല്ലോ. അപ്പോൾ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. നമ്മളിപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കും. ക്ലോക്ക് വൈസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഈ കറൻറ്റ് ഓരോ റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യുമല്ലോ. അപ്പം നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസിനെല്ലാം പൊളാരിറ്റി മാർക്ക് ചെയ്യുക. അപ്പം നമ്മൾ പൊളാരിറ്റി മാർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറൻറ്റ് ഓരോ റെസിസ്റ്റൻസിലും പാസ് ചെയ്യുമ്പോൾ ആ റെസിസ്റ്റൻസിലോട്ട് കയറുന്ന സ്ഥലം, എൻ്റർ ചെയ്യുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോസിറ്റീവ് സൈൻ കൊടുക്കുക. ആ സൈനത്തിന് പോസിറ്റീവ് പൊളാരിറ്റി കൊടുക്കുക. ആ റെസിസ്റ്റൻസിൽ നിന്ന് ലീവ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് നെഗറ്റീവ് പൊളാരിറ്റി കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസിന് പൊളാരിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ്, അസൈൻ പൊളാരിറ്റീസ് ടു ദി റെസിസ്റ്റൻസ് according
ടു ദി കറൻറ്റ് ഫ്ലോ. ആ കറൻറ്റ് ഫ്ലോ ബേസ് ചെയ്ത് നമ്മൾ റെസിസ്റ്റൻസിന് പൊളാരിറ്റി റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം കറൻറ്റ് എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് പോസിറ്റീവ് സൈൻ കൊടുക്കുക, കറൻറ്റ് ലീവ് ചെയ്യുന്ന സ്ഥലത്ത് നെഗറ്റീവ് സൈൻ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസിന് പൊളാരിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് ഇനി നമ്മൾ ആണ് കാര്യത്തിലോട്ട് വരുന്നത്. അപ്പം നമ്മൾ ഫോർത്ത് സ്റ്റെപ്പ് കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുക ഓരോ ലൂപ്പിലും. അപ്പം ചില കേസിൽ നമുക്ക് ഒരു ലൂപ്പേ തന്നിട്ടുണ്ടാവുള്ളൂ, അപ്പോൾ ആ ലൂപ്പിൽ മാത്രമായിട്ട് കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുക. ചില കേസിൽ ചിലപ്പോൾ നമുക്ക് ഒരു 2-3 ലൂപ്പൊക്കെ ഒരുമിച്ച് തരുന്ന കേസുണ്ട്. അപ്പം ഓരോ ലൂപ്പിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണം. അപ്പം ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, അല്ലെങ്കിൽ KVL എന്ന് ഷോർട്ട് ഫോം ഉണ്ട്. KVL ഇക്വേഷൻ ഇൻ ഈച്ച് ലൂപ്പ്. അതാണ് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പാണ് ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ KVL ഇത് അപ്ലൈ ചെയ്തല്ലോ ഓരോ ലൂപ്പിലും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന് ആ KVLൻ്റെ ഇക്വേഷനെ ബേസ് ചെയ്ത് നമുക്ക് ആ KVLൻ്റെ ഇക്വേഷനെ സോൾവ് ചെയ്യലാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. അപ്പം നമ്മൾ ആ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കറൻറ്റും വോൾട്ടേജും കിട്ടും, ഓരോ റെസിസ്റ്റൻസിലുള്ള കറൻറ്റും വോൾട്ടേജ് കിട്ടും. ചിലപ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കറൻറ്റിൻ്റെ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കും. ചിലപ്പം നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും. അതെങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ കിട്ടുമ്പോൾ കറൻറ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ കിട്ടും. അപ്പോൾ ആ കറൻറ്റിന് നെഗറ്റീവ് വരില്ലല്ലോ, കറൻറ്റ് എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ തെറ്റിപ്പോയി. അപ്പം നമ്മൾ ഒന്നും ചെയ്യേണ്ട, അവസാനം നമ്മൾ കിട്ടിയ നെഗറ്റീവ് വാല്യൂ കിട്ടിയതിൻ്റെ അടിയിൽ എഴുതുക, സോ ദി കറൻറ്റ് ഡയറക്ഷൻ ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അത്ര എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം ചെയ്ത അസ്യൂംഷൻ തെറ്റായിരുന്നു, അസ്യൂംഷൻ വാസ് റോങ്, ദ കറൻറ്റ് വാസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ മതി. അപ്പം നമ്മൾ ആ നെഗറ്റീവ് ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്ത് നമ്മൾ വോൾട്ടേജും കൂടെ കണ്ടുപിടിക്കും. ആ കറൻറ്റ് ഓംസ് ലോ യൂസ് ചെയ്തിട്ട് നമ്മൾ വോൾട്ടേജ് പിന്നീട് കണ്ടുപിടിക്കും. കറൻറ്റ് നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ വെച്ചിട്ട് നമുക്ക് കറൻറ്റ് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് ഓംസ് ലോ ബേസ് ചെയ്ത് നമുക്ക് ഓരോ റെസിസ്റ്റൻസിനുമുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാം. അപ്പം ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾവ് ദി KVL കിർച്ചോഫ് വോൾട്ടേജ് ലോ ഇക്വേഷൻ ടു ഒബ്റ്റെയിൻ the current and voltage across each resistance. എല്ലാ റെസിസ്റ്റൻസിലുമുള്ള കറൻറ്റും വോൾട്ടേജും അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പം അവസാനം അതിൻ്റെ ഒരു സബ് I, അതായത് കറൻറ്റ് ഈസ് നെഗറ്റീവ്, ചേഞ്ച് ഡയറക്ഷൻ ഓഫ് കറൻറ്റ് ഫ്ലോ. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇത് സോൾവ് ചെയ്യുക. കിർച്ചോഫ് വോൾട്ടേജ് ലോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കറൻറ്റും വോൾട്ടേജും അങ്ങനെ കിട്ടും. അപ്പം നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തിരി കൂടെ നല്ലതായിട്ട് മനസ്സിലാവും. അപ്പം നമ്മൾ അത് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു പിടി കിട്ടും. അപ്പം നമ്മൾ സ്റ്റെപ്സ് ഇതാണ്. ആ സ്റ്റെപ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഈ സ്റ്റെപ്സ് ഏറ്റവും ചുരുക്കിയാണ് തന്നേക്കുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് പഠിക്കുക, മനസ്സിലാവും. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 4 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം 2 ബാറ്ററി അതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരെണ്ണം 20 വോൾട്ടാണ്, ഒരെണ്ണം 30 വോൾട്ടാണ്. പിന്നെ ബാക്കി എല്ലാത്തിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും വെച്ചിട്ട് നമ്മൾ ഓരോ റെസിസ്റ്റൻസിനുമുള്ള കറൻറ്റും പിന്നെ ഓരോ റെസിസ്റ്റൻസിനുമുള്ള വോൾട്ടേജും നമ്മൾ കിർച്ചോഫ്സ് ലോ വെച്ചിട്ട് സോൾവ് യൂസിങ് കിർച്ചോഫ്സ് ലോ വെച്ചിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റെപ്സ് ടു സോൾവ് സർക്യൂട്ട് യൂസിങ് കിർച്ചോഫ് ലോ നമുക്കറിയാം. അപ്പം ഡ്രോ ദി സർക്യൂട്ട് ഡയഗ്രാം ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് ബേസ് ചെയ്ത് നമുക്ക് ഇത് ആൻസർ ചെയ്യാം.
ഫസ്റ്റ് സ്റ്റെപ്പ് ഡ്രോ ദി സർക്യൂട്ട് ഡയഗ്രാം. ഇപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. വാല്യൂസൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ എഴുതുക. 10 ohm, 20 ohm, 30 ohm, 30 വോൾട്ടേജ്, 20 വോൾട്ട്. അപ്പം ഇവിടെ ഇ എം എഫിൻ്റെ പൊളാരിറ്റീസ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ബാറ്ററിയുടെ പൊളാരിറ്റി റെപ്രസെൻറ്റ് ചെയ്യാറില്ല. ലെങ്ത്ത് കൂടുതലുള്ളത് പോസിറ്റീവ്, ലെങ്ത്ത് കുറവുള്ള നെഗറ്റീവ്. അപ്പോൾ ഇവിടെ അതുപോലെ നെഗറ്റീവ് പോസിറ്റീവ്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നോക്കാം. അസ്യൂം റെഫറൻസ് ഡയറക്ഷൻ ഫോർ ദി കറണ്ട് ഫ്ലോ. ഇപ്പോൾ കറണ്ട് ഫ്ലോവിന് നമ്മളൊരു ഡയറക്ഷൻ അസ്യൂം ചെയ്യണം, ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പം ഞാനിവിടെ ക്ലോക്ക് വൈസ് ആണ് എടുക്കുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് നമ്മളെടുത്തു ക്ലോക്ക് വൈസ് ആയിട്ട്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ഈ ബാറ്ററിയിൽ നിന്ന് പോയിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട്. അപ്പം അടുത്ത സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് സെയിം പൊളാരിറ്റീസ് ഓഫ് ദി റെസിസ്റ്റൻസ്. കറണ്ടിൻ്റെ ഫ്ലോ ബേസ് ചെയ്ത് ഓരോ റെസിസ്റ്റൻസിനും പൊളാരിറ്റി റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം ഈ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന, ഇതിലൂടെ ഇങ്ങനെ പോയി ഇതിലൂടെ ഈ റെസിസ്റ്റൻസ് ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് പോസിറ്റീവ് കൊടുക്കുക, ലീവ് ചെയ്യുന്ന സ്ഥലത്ത് നെഗറ്റീവ് കൊടുക്കുക. ഇവിടെ എൻ്റർ ചെയ്യുന്നിടത്ത് പോസിറ്റീവ്, ലീവ് ചെയ്യുന്നിടത്ത് നെഗറ്റീവ്. എൻ്റർ ചെയ്യുന്നിടത്ത് പോസിറ്റീവ്, ലീവ് ചെയ്യുന്നിടത്ത് നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ സൈൻ നെഗറ്റീവ് നിന്ന് പോസിറ്റീവായി. ഇപ്പോൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവായി, അപ്പം വോൾട്ടേജ് ഡിക്രീസ് ചെയ്തു. പോസിറ്റീവ് നെഗറ്റീവ് ഡിക്രീസ്, പോസിറ്റീവ് നെഗറ്റീവ് ഡിക്രീസ്, പോസിറ്റീവ് നെഗറ്റീവ് ഡിക്രീസ്, പോസിറ്റീവ് നെഗറ്റീവ് ഡിക്രീസ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട് പിന്നീട്. അപ്പം ഇതൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചു. അപ്പം അടുത്തത് തേർഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. അസൈൻ റെസിസ്റ്റൻസിനെല്ലാം പൊളാരിറ്റി കൊടുത്ത് ഇനി നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇവിടുന്ന് നമുക്ക് തുടങ്ങാം, എവിടുന്നെങ്കിലും തുടങ്ങാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പം വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ വോൾട്ടേജ്, അൾജിബ്രൈക് സം ഓഫ് ദി ടോട്ടൽ വോൾട്ടേജ് ഇൻ എ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു 0. അതാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ. അപ്പം ടോട്ടൽ വോൾട്ടേജിൻ്റെ സമ്മ് 0 ആയിരിക്കണം. അപ്പം ഇവിടെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് ഇൻക്രീസ് ചെയ്യുക. അപ്പം പോസിറ്റീവ് വോൾട്ടേജ് 20, ഇവിടെ ഡിക്രീസ് ചെയ്യുക, അപ്പം നെഗറ്റീവ് വോൾട്ടേജ്. അപ്പം വോൾട്ടേജ് ഇവിടെ നമുക്ക് ഓരോന്നിനും ഇത് സെക്കൻഡ് റെസിസ്റ്റർ, ഇത് തേർഡ് റെസിസ്റ്റർ, ഇത് ഫോർത്ത് റെസിസ്റ്റർ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ എഴുതാൻ ബുദ്ധിമുട്ട് വരും. അപ്പം ഇത് ഫസ്റ്റ് വോൾട്ടേജ്, ഇത് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് നെഗറ്റീവ് കൊടുത്തത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സെക്കൻഡ് വോൾട്ടേജ് കൊടുക്കുക, അതും ഡിക്രീസ് ചെയ്യണം. ഇവിടെ 13 വോൾട്ട് ഉണ്ട് ബാറ്ററിയുടെ, അത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, കാരണം അത് തിരിച്ചാണ് കണക്ട് ചെയ്തിരുന്നത്. അപ്പം -30 കൊടുക്കാം. പിന്നെ ഇതും ഡിക്രീസ് ചെയ്യണം. അപ്പം -V3, -V4 ഈസ് ഈക്വൽ ടു 0. കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്തു. അപ്പം നമുക്ക് ഇനി ഈ V1ഉം V2ഉം V3ഉം V4ഉം അവിടെ ഓംസ് ലോ അപ്ലൈ ചെയ്യാം. കാരണം V1 ഈസ് ഈക്വൽ ടു IR1. അതുപോലെ തന്നെ V2ഉം V3ഉം V4ഉം നമ്മൾ അതുപോലെ അപ്ലൈ ചെയ്യുന്നു. അപ്പം 20 മൈനസ് IR1 മൈനസ് IR2 മൈനസ് 30 മൈനസ് IR3 മൈനസ് IR4 സിക്കല്ലോ. ഇത് ഫസ്റ്റ് ടൈം കാണിക്കുന്നതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചുകൂടെ ഇതായിട്ട് എഴുതിയേക്കുന്നത്. അപ്പോൾ 20 മൈനസ് I നമുക്കറിയാം, കറണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പം കറണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ റെസിസ്റ്റൻസ് നമുക്കറിയാം. അപ്പം 10 ആണ്, മൈനസ് 20I മൈനസ് 30 മൈനസ് 30I മൈനസ് 20I ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് -10 മൈനസ് 18I ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്ക് 10 അപ്പുറത്തെ സൈഡിലോട്ട് ആക്കുമ്പോൾ 18I ഈസ് ഈക്വൽ ടു 10. therefore I ഈസ് ഈക്വൽ ടു -1/8 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നെഗറ്റീവ്, ഇപ്പം നമ്മൾ ഫിഫ്ത്ത് സ്റ്റെപ്പ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം അപ്ലൈ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്തു ഫസ്റ്റ് ഈ ലൈനിൽ. അത് കഴിഞ്ഞിട്ട് ബാക്കി
സോൾവ് ചെയ്ത് കിർച്ചോഫ് വോൾട്ടേജ് ലോ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കറൻറ്റ് നെഗറ്റീവായിട്ട് കിട്ടി. അപ്പം നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ തെറ്റാണ്. അപ്പം ആ ഡയറക്ഷനല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ അതിൻ്റെ ഡെഫിനിഷൻ ചെയ്താൽ അവർ അസെപ്ഷൻ വാസ് റോങ്. കറൻറ്റ് ഫ്ലോ വാസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് അപ്പം കറൻറ്റ് മൈനസ് നിഗ്ലക്റ്റ് ചെയ്യുക. അപ്പം 1/8 ആണ് കറൻറ്റ്. അപ്പോൾ അതും വെച്ച് നമുക്ക് വോൾട്ടേജ് 1 കണ്ടുപിടിക്കാൻ പറ്റും. IR1 = 1/8 × 10 എന്ന് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് 1.25 എന്ന് കിട്ടും. V2 അതുപോലെ ചെയ്യുമ്പോൾ 1/8 × 20 ചെയ്യുമ്പോൾ 2.5 എന്ന് കിട്ടും. V3 അതുപോലെ 1/8 × 30 ചെയ്യുമ്പോൾ 3.75. V4 1/8 × 20 ചെയ്യുമ്പോൾ 2.5. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ വോൾട്ടേജും കറൻറ്റും കണ്ടുപിടിച്ച് കിർച്ചോഫ് ലോ ഉപയോഗിച്ചിട്ട്. അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു.